എനിക്കില്ലാത്തതും നിങ്ങൾക്കുള്ളതുമായ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ക്ഷമ നിങ്ങൾക്കുണ്ടോ? വെരി ഗുഡ്. ഒരു ആന കുത്താൻ വന്നാൽ നമ്മൾ ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരും. പക്ഷെ കൊതു കുത്തിയാൽ നമ്മൾ ക്ഷമിക്കാറില്ല. അടിച്ച് കർണം പോയിക്കാറാണ് പതിവ്. പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ്. കൊതുവും മനുഷ്യനും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. എപ്പോ കണ്ടാലും അടിയാണ്. അയ്യപ്പനും കോച്ചിയും പോലെ. ഞങ്ങളുടെ നാട്ടില് ഒരാൾ വെള്ളം അടിച്ചിട്ടിരിക്കുമ്പോ ഒരു കൊതു വന്ന് കുത്തി. അപ്പൊ ആളെന്ത് ചെയ്തു? പതുക്കെ കൈ ഇങ്ങനെ വെച്ചിട്ടാ. അപ്പൊ കൊതു വന്നിരുന്നു, അടിച്ചു കൊന്നു. പിന്നെയും ആളൊരു പെഗ് അടിച്ചു, അപ്പോഴും കൊതു വന്നു. പുള്ളി കൈ ഇങ്ങനെ വെച്ചു, കൊതു വന്നിരുന്നു, അടിച്ചു കൊന്നു. ഇത് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇത് കൊള്ളാലോ കളി. അപ്പൊ പുള്ളി മൂന്നാമതൊരു പെഗ് അടിച്ചിട്ട് ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ വന്നിരുന്നുട്ടാ. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കൊതു വരുന്നത് കാണാനില്ല. ഞാൻ നോക്കുമ്പോഴേ എല്ലാ കൊതു ഈ കയ്യിൽ വന്നിരിക്കുക. എന്നാ സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി ഓഗസ്റ്റ് 2 ധ്യാനത്തിന് പോയ ജോർജ് കുട്ടിയോട് വരുണിന്റെ അച്ഛൻ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞ ഒരു ക്ഷമയുണ്ടല്ലോ, ഇന്നേ വരെ ജീവിതത്തിൽ ഒരാളും ക്ഷമിക്കുന്നത് കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനൊന്നും ഒരു ക്ഷമയില്ലാത്ത ആളാ. പുള്ളിക്കാരന് വാഴ വെച്ച അപ്പം തന്നെ കൊല വെട്ടണം. പക്ഷെ കല്യാണം കഴിഞ്ഞുകൂടി അത് മാറി. ക്ഷമിക്കാൻ പഠിച്ചു, സഹിക്കാൻ പഠിച്ചു, എന്നെ അടിക്കാൻ പഠിച്ചു, അങ്ങനെ പലതും പഠിച്ചു. നമ്മൾ 100 വർഷം കാത്തിരുന്ന് തപസ്സിരുന്ന് എന്ത് നേടാൻ ശ്രമിച്ചാലും നടക്കില്ല. നേരെ മറിച്ച് ഒരു കല്യാണം കഴിച്ചാൽ എല്ലാം നമ്മൾ പഠിക്കും. ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു ദൈവം വന്നിട്ട് ചോദിക്കാണ്, നിനക്ക് ജോലി വേണോ അതോ ഒരു പെണ്ണ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജോലിയുള്ള ഒരു പെണ്ണിനെ മതി. നമ്മളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ അവാർഡ് സിനിമകൾ പണ്ട് കണ്ടിരുന്ന ആൾക്കാരാണ്. എന്നാൽ ഇപ്പോൾ മൊബൈലിൽ ഒരു റീല് പോലും നമുക്ക് ക്ഷമയോട് കാണാൻ ക്ഷമയില്ല, അല്ലേ? എന്താ അല്ലേന്ന് ചോദിക്കുമ്പോ ഒന്ന് അനങ്ങി പറ, അല്ലേ? അതിന് മാത്രം റീൽസ് ഉണ്ടല്ലോ. അതെ. അപ്പോ ഫോണിന് എല്ലാ ഫോണിനും പാസ്വേഡ് ഉണ്ട്. എന്നാൽ എന്റെ ഫോണിന് പാസ്വേഡ് ഇല്ല. എന്തിന്? എന്റെ അച്ഛന് ഫോണേ ഇല്ല. എന്നിട്ട് എന്റെ അച്ഛന് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. അഥവാ കുറവുണ്ടെങ്കിൽ തന്നെ എന്റെ അച്ഛൻ ക്ഷമിച്ചോളും. പണ്ട് ഞാൻ പോക്കറ്റ് മണി ചോദിക്കുന്നു വിചാരിച്ചിട്ട് ഷർട്ടിന് പോക്കറ്റ് വരെ തയ്പ്പിക്കാത്ത ഒരാളാണ് എന്റെ അച്ഛൻ. നമ്മളെല്ലാം ക്ഷമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നടക്കും. അങ്ങനെ ഞാൻ ക്ഷമയോടുകൂടി കാത്തിരുന്ന് അവളെ കണ്ടുമുട്ടി. പേടിക്കണ്ട. അവളെ ഞാൻ കണ്ടുമുട്ടിയപ്പോ ഞാൻ അവളോട് ചോദിച്ചു, മാലിനി ഇത് ഞാൻ ചൊല്ലിയാവണം. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, പറയൂ അങ്കിൾ. അങ്കിളേ, നമ്മളൊന്ന് മിങ്കിളാവാന്ന് വിചാരിച്ചു ചെല്ലുമ്പോ അങ്കിള്. നമ്മളൊക്കെ സിംഗിളാവാനുള്ള യോഗ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ടാ ഫ്ലോപ്പ് ആവണമെന്നറിയോ? ക്ഷമയില്ലാത്ത കാരണം മാത്രമാണ്. 31 വെള്ളം അടിക്കില്ലാതെ പ്ലാൻ ചെയ്യുന്ന ആള് 1-ാം തീയതി കൈ വിറച്ചിട്ട് പട്ടാളക്കാരന്റെ കാലിൽ വീണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എന്റെയൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ, വയറ്. എന്റെ മുടിയൊക്കെ ഇഷ്ടം പോലെ പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും വയറങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നില്ല. ഇത് ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ചായ കുടിക്കില്ല. എന്താ? ഗ്യാപ്പില്ല. എന്നാ ജിമ്മിന് ചേരാന്ന് വിചാരിച്ചാലോ, എല്ലാ ജിമ്മിലും 5 മാസത്തെ കോഴ്സാണുള്ളൂ. ശരി, ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളോട് എന്ത് പറയും? നീ ചേരടാ, 5 മാസത്തെ കേസല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, 5 മാസമെങ്കിലും നീ ജിമ്മിന് പോവുമല്ലോ. കോപ്പ് പോവും. ഇതേ ഉപബോധ മനസ്സ് നമ്മളോട് പറയും, മോനെ പൈസ പോണേ പൊക്കോട്ടെ, ഉറക്കമാണ് അഖില സാരം. പക്ഷെ ഞാനിത് കേട്ടില്ല. ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതൊക്കെ ജിമ്മിൽ പോയി ചേർന്നു. അപ്പൊ ജിമ്മിൽ ചേർന്നപ്പോ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വേദന. ആ വേദന ഇനി മേലാൽ ജിമ്മിൽ പോരുത് എന്നൊരു മോട്ടിവേഷനാണ് എനിക്ക് നൽകിയത്. നമുക്ക് ഏറ്റവും ക്ഷമ വേണ്ട എന്താ? സ്ത്രീകൾക്ക് ഏറ്റവും ക്ഷമ വേണ്ടത് തുണിയെടുക്കുമ്പോൾ. അങ്ങനെയൊക്കെ അല്ലേ? തുണിയെടുക്കുമ്പോൾ ഭയങ്കര ക്ഷമ വേണം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അതൊന്നും വേണ്ട. ഈ സെക്കൻഡ് വെച്ച് അമ്മ തുണിയെടുക്കും. അമ്മ നേരെ കടയിൽ പോകുന്നു, നേരെ ചൊല്ലുന്നു, ഇവിടെ വില കുറവിന്റെ തുണി എവിടെയുള്ളത്? അപ്പോൾ അത് ആ റെഡ് അതെടുക്കൂ, ഉടൻ തന്നെ പാക്ക് ചെയ്യൂ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഇത് എന്താ? ഇത് സെലക്ട് ചെയ്യണം, നോക്കണം, ഇതിന്റെ കളറ് ഷെയ്ഡ് അതൊന്നും നോക്കുന്നില്ല. എന്താ? അതൊന്നും കുഴപ്പമില്ലടാ, അത് നിന്റെ അച്ഛമ്മയ്ക്കല്ലേ. വളരെ സിമ്പിൾ. ഇത്ര നേരം ക്ഷമയോടുകൂടി നിങ്ങൾ സഹിച്ചിരുന്ന എൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.